എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ബ്രാൻഡുകളുടെ ഐറ്റംസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊരു ബ്രാൻഡ് നമ്മൾ യൂഷ്വലി എപ്പോഴും ചെയ്യുന്ന രാഹുൽ ടെക്സോ പ്രിൻ്റാണ്. അതിൻ്റെ വൈറ്റ് ഗോൾഡിൽ വന്ന പ്രിൻ്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ബ്രാൻഡ് വന്നത് കിരൺ ഗോൾഡ് എന്ന് പറഞ്ഞ പേരിലുള്ള ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈൻസ് നമുക്ക് വീഡിയോയിൽ തുടരെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ തന്നെ 10 കളർ ചാർട്ടിൽ വന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. രാഹുലിൻ്റെ ഐറ്റത്തിനകത്ത് ഇങ്ങനെ 10 കളർ ചാർട്ടിലും അതും ബ്രൈറ്റർ ഷെയ്ഡിൽ വളരെ കുറച്ചാണ് വന്നുകൊണ്ടിരുന്നത്. കുറച്ചായി നമുക്ക് അങ്ങനെ കിട്ടിയത്. ഇപ്പം ഈ പ്രാവശ്യമാണ് നമുക്ക് കുറച്ച് കൂടുതൽ ബ്രൈറ്റർ ഷെയ്ഡിൽ 10 കളർ ചാർട്ടൊക്കെ വന്ന് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില വരുന്നത് 143 പ്ലസ് GST ആണ്. 3 മീറ്റർ കട്ട് എന്ന് പറയുന്നത്, അതായത് 290 എക്സാക്റ്റ് നമ്മൾ പറയുന്നത്. ആ ഒരു ഐറ്റമാണിത്. അപ്പോൾ GST ഉൾപ്പെടെ ഇതിന് ഏകദേശം 150 രൂപ അടുത്ത് വില വരും. അപ്പോൾ നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റിൽ ഉള്ള 2 നമ്പറിലും പർച്ചേസ് ചെയ്യാം. ഹോൾസെയിലായിട്ട് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഫോട്ടോസ് ചോദിച്ചാൽ മതി. റീറ്റെയിൽ വേണ്ടവർ റീറ്റെയിലായിട്ടും കാണിക്കുന്ന നമ്പറുണ്ട്, ആ നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. രണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഹോൾസെയിലും റീറ്റെയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ കാര്യം കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ഫാബ്രിക്കിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്തു കൂടുതൽ ഫാബ്രിക്കിനെ കുറിച്ച് സംസാരിക്കണം, ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോയിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാം. പിന്നെ കുറച്ച് സമയക്കുറവ് മൂലമാണ് നമ്മളിപ്പം ഒരു ബണ്ടിലിനകത്ത് നിന്ന് ഒരു കളർ മാത്രം നിവർത്തി കാണിക്കുന്നത്. ബാക്കി എല്ലാ കളറും എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, അല്ല മാറ്റം വരുത്തണം, പഴയ പോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ മൊത്തത്തിൽ നമ്മൾ കാണിച്ചേക്കുന്നത് രാജവാടി പ്രിൻ്റാണ്. അപ്പം ഇത് എന്താണ് സംഭവം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ പ്രിൻറ്റിങ് തന്നെയാണ് രാജവാടി പ്രിൻ്റ് എന്ന് പറയുന്നത്. ഫാബ്രിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. രണ്ട് രീതിക്കുള്ള നൈറ്റി മെറ്റീരിയൽസാണ് നമ്മൾ ഇവിടെ കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പ്രോഷ്യൻ പ്രിൻ്റ്, മറ്റേത് രാജവാടി പ്രിൻ്റ്. അപ്പോൾ രാജവാടി പ്രിൻ്റ് എന്ന് പറയുമ്പോൾ പക്ക ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നൊരു ഐറ്റമാണ്. ഈ ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൻ്റെ തന്നെ പാറ്റേൺ അത് മെഷീനുകളുടെ സഹായത്തോടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പ്രിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ കൈ കൊണ്ട് തന്നെ ബ്ലോക്ക് ഇങ്ങനെ ചെയ്യുന്നൊരു ഇതായിരുന്നു. ബ്ലോക്ക് പ്രിൻറ്റിങ് യൂഷ്വലി കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോൾ അതിനെ കുറച്ചുകൂടെ മെഷീനുകളുടെ സഹായത്തോടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കി എടുത്തിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇപ്പോൾ രാജവാടി പ്രിൻറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജവാടി പ്രിൻ്റൊക്കെ ഇനിഷ്യലി ഇറങ്ങിയ സമയത്ത്, അതായത് 2018-19 കാലഘട്ടത്തിലൊക്കെ ആരും അങ്ങനെ എടുത്തിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വിപണിയിലേക്ക് വരുമ്പം ഒരു മടി ഉണ്ടാവും എല്ലാവർക്കും. പക്ഷെ അന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അന്നത്തെ ഡിസൈൻസ് അല്ല ഇപ്പോൾ വന്നത്. ഡിസൈൻസൊക്കെ മാറി, പാറ്റേണും മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരുന്നു. ഇപ്പം ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് രാജവാടി പ്രിൻറ്റ്. അല്ലെങ്കിൽ ഇപ്പം ഈ ഇങ്ങനത്തുള്ള ഒരു പ്രിൻറ്റിങ് ടെക്നോളജിയിലേക്ക് വന്നപ്പം ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോഷ്യൻ പ്രിൻറ്റിന് ഒരു സൈഡ് മാത്രമാണ് കളർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു വൈറ്റ് ആയിരിക്കും. അതായത് ഫാബ്രിക്കിൻ്റെ റോ ഫാബ്രിക്കിൻ്റെ കളർ എന്താണോ അതായിരിക്കും. രാജവാടി പ്രിൻറ്റിന് അങ്ങനെയല്ല. രാജവാടി പ്രിൻറ്റ് 2 സൈഡ് കളറിങ് ഉള്ളതാണ്. അതിപ്പം ഏത് കളറിലാണ് അതിൻ്റെ ബേസ് വന്നതെന്ന് വെച്ചാൽ അത് 2 സൈഡും കളറിങ് ചെയ്തിട്ടാണ് അവർ വിടുന്നത്. പ്രിൻറ്റ് മാത്രമാണ് ഒരു സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം കളർ 2 സൈഡിലും ഉണ്ടാവും. ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ പല കമ്പനികളുടെയും പെയിൻ്റാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കമ്പനിയെ മാത്രം എടുത്ത് പറയുന്നില്ല, നമുക്ക് എക്സാക്റ്റ് ഏത് കമ്പനിയാണെന്ന് അറിയാനും പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പല കമ്പനീസ് ഉപയോഗിക്കുന്നുണ്ട്. പല ഫേമസ് കമ്പനീസിൻ്റെ തന്നെ പെയിൻറ്റുകളും കാര്യങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. കളേഴ്സും അങ്ങനെ തന്നെയാണ്. ഇത്രയാണ് മെറ്റീരിയലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ പുതിയ ബ്രാൻഡിൻ്റെ കാര്യം പറയാം. ഇപ്പം അമിത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഈ ഐറ്റം വന്നിട്ടുള്ളത്. അത് കമ്പനിയുടെ പേരാണ് കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റിയിൽ യാതൊരുവിധ കുറവോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെയും സെയിം ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. നമ്മൾ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ എങ്ങനെയാണോ അതുപോലത്തെ തന്നെ മെറ്റീരിയലാണിത്. യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പം നമ്മുടെ അവർ സംസാരിച്ചപ്പോൾ നമുക്ക് ഓക്കെ എന്ന് തോന്നി, അതുകൊണ്ട് നമ്മൾ മെറ്റീരിയൽ എടുത്തതാണ്. അപ്പോൾ നമ്മളെല്ലാ എന്താ പറയുക, ന്യൂ കമേഴ്സിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും തുടങ്ങിയ സമയത്ത് ഒരു ന്യൂ കമറായിരുന്നു. അപ്പോൾ നമ്മളെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളും ഇപ്പോൾ ഒരു ബ്രാൻഡിനെ മാത്രം നമ്മൾ അടിമപ്പെടാതെ നമ്മളെല്ലാ ബ്രാൻഡുകളും നല്ല ഡിസൈൻസ് ഏത് ബ്രാൻഡ് തരുന്നു, നല്ല ക്വാളിറ്റിയിൽ ഏത് ബ്രാൻഡ് തരുന്നു അത് നമ്മൾ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രാൻഡ്, ഇപ്പോൾ ഏത് ബ്രാൻഡെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ഒരു ബ്രാൻഡിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത്യാവശ്യം 3-4 ബ്രാൻഡ് നമ്മളിവിടെ ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സോ ഇതൊക്കെയാണ് ആ ഒരു ചെറിയൊരു ഡീറ്റെയിൽ പറയാനുള്ളത്. പിന്നെ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ മെറ്റീരിയൽ ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അത് മീൻസ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഹോൾസെയിലായിട്ട് വേണ്ട ഒരു ഹോൾസെയിലിൻ്റെ നമ്പറിലും റീറ്റെയിലായിട്ട് വേണ്ട റീറ്റെയിലിൻ്റെ നമ്പറിലും കോൺടാക്ട് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകരുത്. അതിന് 2 പേരാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം അതിൻ്റേതായ കോംപ്ലിക്കേഷൻ ആകും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് മാറിപ്പോണ്ട് ചെയ്യുക. ഇന്ത്യ പോസ്റ്റ് കൊറിയർ
പാഴ്സൽ സർവീസ്. ഇത് 3 ഉപയോഗിച്ചും കൊറിയർ നമ്മൾ യൂഷ്വലി കേരളത്തിനകത്താണ്, ബാക്കി എല്ലാ സർവീസും എൻ്റെ ഇന്ത്യയിൽ നമുക്ക് സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. പിന്നെ പാഴ്സൽ സർവീസിൽ എടുക്കണമായിരിക്കും എപ്പോഴും ബെറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാഴ്സൽ സർവീസ് തന്നെയാണ് എപ്പോഴും നല്ലത്. നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻസ് ലഭിക്കും. ആ കിട്ടുന്ന ഡിസൈൻസിനകത്ത് നിങ്ങൾക്ക് ഏതാണോ ഓക്കെ എന്ന് വെച്ചാൽ റിട്ടേൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഡിസൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻസ് ഒരുപാട് പേർക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം ഇങ്ങനെ എന്നാ പറയണേ, ഓരോരുത്തർ ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഡിലേ ആയി കഴിഞ്ഞാൽ അതനുസരിച്ച് ഓർഡർ കിട്ടാൻ താമസിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറഞ്ഞത്. ഒപ്പം അഡ്രസ്സ് അയച്ചു കൊടുക്കുക. അഡ്രസ്സ് അയച്ചു കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് സെയിൽ ഓർഡർ കിട്ടും. സെയിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ ഇവിടുന്ന് ഡിസ്പാച്ച് ആവുന്നതായിരിക്കും. കേരളത്തിനകത്താണെങ്കിൽ കൊറിയർ ഒറ്റ ദിവസം കൊണ്ടും, ഇന്ത്യ പോസ്റ്റ് 2 ദിവസം കൊണ്ടും, പാഴ്സൽ സർവീസ് 2 ദിവസം കൊണ്ടും നിങ്ങൾക്ക് ഡെലിവറി കിട്ടും. നിങ്ങളുടെ ബുക്കിങ്ങിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിലേ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യണം. അതിന് യാതൊരു മടിയൊന്നും കാണിക്കൊന്നും വേണ്ട. വാട്സാപ്പിൽ പറഞ്ഞാൽ മതി, നമ്മളതിൻ്റെ ഫോളോ അപ്പ് ഒക്കെ ചെയ്തു തരാം. ചെറിയൊരു വീഡിയോ ആയിരുന്നെന്ന് അറിയാം. അത്യാവശ്യം നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സജഷനോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലും മെറ്റീരിയൽ കൂടുതലായിട്ട് വേണം, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ ഫ്രാങ്കായിട്ട് സംസാരിച്ചാൽ നമുക്കത് ഡീലാക്കി തരാം. പിന്നെ ബണ്ടിലും ബെയിലൊക്കെ ആയിട്ട് എടുക്കുന്നവർക്ക് റേറ്റിൽ കാലങ്ങളുടെ വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും വാട്സാപ്പിൽ സംസാരിച്ചാൽ മതി, വാട്സാപ്പിൽ മെസ്സേജ് പറഞ്ഞാൽ മതി. ഇപ്പോൾ ബണ്ടിലും ബെയിലും വേണ്ടവർ ബണ്ടിലാണ് അല്ലെങ്കിൽ ബെയിലാണ് വേണ്ടതെന്നുള്ളത് അങ്ങനെ പറയണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളല്ലാതെ പറയുമ്പോൾ തന്നെ നോർമൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മളെല്ലാം ഫോട്ടോസും അയച്ചു തരുന്നത്. അതുകൊണ്ടാണ് നമ്മളത് ഒന്ന് എടുത്ത് പറയണമെന്ന് പറഞ്ഞത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസും കാര്യങ്ങളും. നമുക്ക് ഇനി അടുത്ത വീഡിയോയും കൂടുതൽ കളക്ഷൻസായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.